ഹലോ ഗൈസ്, ഇന്ന് കുറച്ചൊന്ന് സംസാരിച്ചാലോ? തമ്മിൽ കണ്ട ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ബിഹൈൻഡ് ദ സീൻ ഓഫ് അവർ വൈറൽ വീഡിയോ. പിന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. സോ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. സംഭവം ഇത് പണിപ്പുരയെ കയറിയിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ. ബട്ട് എന്തോ എനിക്കിതങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. എത്രയൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ടും എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ, പതിയെ പതിയെ ശരിയായിക്കോളും. ഇനി കാര്യം പറയാം. ഞാൻ നവംബർ 12 യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെയിം വീഡിയോ നവംബർ 13 ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചുമ്മാ ഇരിക്കുന്നെങ്കിൽ പോയൊന്ന് കണ്ടിട്ട് വാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും റെസ്പോൺസ് ആയിരുന്നു ഇൻസ്റ്റയിൽ എനിക്ക് കിട്ടിയത്. ഒരു ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസ് വരെ ഉണ്ടായിരുന്നു. പിന്നെ പലരും അക്കൗണ്ട്സിലും ഈ വീഡിയോ എഡിറ്റ് ചെയ്തും അല്ലാതെയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ അക്കൗണ്ട്സിലും നല്ല റീച്ച് ഉണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക്. അങ്ങനെ ഒരു അക്കൗണ്ടിൽ 2 ദിവസം കൊണ്ട് 35 മില്യൺ വ്യൂസ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാലോ. പലയിടത്തും ഈ വീഡിയോ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഇപ്പം തന്നെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു ലിങ്ക് എനിക്കൊരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ നോക്കിയപ്പോൾ 8 മില്യൺ വ്യൂസ് വരെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി വിഷമം തോന്നി. കാരണം ഞാൻ ഈ സെയിം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു 3000 എങ്ങാണ്ട വ്യൂസ് ആയിരുന്നു കിട്ടിയത്. ഇപ്പോൾ എനിക്കതൊരു 4000 സംതിങ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ മറ്റൊരാളടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പി ആവേണ്ടതാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. സോ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഓരോ വീഡിയോസ് ഇടുന്നതും ഒരു പ്രതീക്ഷ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സെയിം വീഡിയോയ്ക്ക് മറ്റൊരിടത്ത് നല്ലൊരു റീച്ച് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു വിഷമം തോന്നുമല്ലോ, സ്വാഭാവികം. ബട്ട് ഫ്രം ദാറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ. ഇത്രയും റീച്ച് ഈ വീഡിയോയ്ക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. ബിക്കോസ് ഇതെൻ്റെ ഒരു 100ാമത്തെ വോയിസ് ഓവർ ആയിരിക്കും. ഞാൻ താങ്ക് യു പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു. വോയിസ് ഓവർ ചെയ്യും, കേൾക്കും, എന്തെങ്കിലും പോരായ്മ കാണും, ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാതെയായി. എനിക്ക് കഴിയുന്നത് പോലെ എൻ്റെ അക്കൗണ്ടിൽ വന്ന കമൻസിനൊക്കെയും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് കംപ്ലീറ്റ് റിപ്ലൈ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ 24 ജാനുവരി 2021 ഷൂട്ട് ചെയ്തതാണ്. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുള്ള 14th ഡേ. നമ്മുടെ മാരേജിൻ്റെ ഒരു പാർട്ടി ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് തമിഴ്നാട് തൃപ്പരപ്പിലോട്ട് പോയത്. ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് തൃപ്പരപ്പ്. ആക്ച്വലി അതൊരു വാട്ടർഫോളാണ്. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, അമ്പലമാണ്, ചെരുപ്പിട്ടുകൊണ്ട് പോയി എന്ന്. സംഭവം അതൊരു അമ്പലമല്ല. അതിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ ഈ വീഡിയോയിൽ ഞാനും ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് രാജേഷ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫ് അമൃതയും പിന്നെ വാവയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ബിഹൈൻഡ് ദ ക്യാമറയിൽ ഹസ്ബൻഡിൻ്റെ മറ്റൊരു ഫ്രണ്ട് ജലീലേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫ് ജിൻസിയും പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ചേട്ടൻ കൃഷ്ണമോഹൻ, ഇത്രയും പേരുണ്ടായിരുന്നു. ആ ചേട്ടൻ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ള പർപ്പസിൽ തന്നെയാണ് പോയത്. ബട്ട് ഈ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്നോ അത് ക്യാപ്ചർ ചെയ്ത് കിട്ടുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാൻഡിഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ വാട്ടർ സോഴ്സസ് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അത് കാണുമ്പോൾ തന്നെ അത് സ്ലിപ്പായി പോകുമോ, വീണ് പോകുമോ, ഞാൻ മുങ്ങിപ്പോകുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. വാട്ടർ സോഴ്സസ് മാത്രമല്ല, എനിക്ക് ഹൈറ്റും ഭയങ്കര പേടിയാണ്. വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും, ഹസ്ബൻഡ് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ സ്ലിപ്പാവുന്നുണ്ട്. അതും കൂടെ കണ്ടപ്പോൾ ഞാൻ ടോട്ടലി ടെൻഷനായി. അതുകൊണ്ടാണ് ഞാൻ കൈ കൊടുക്കുന്നെങ്കിലും തിരിച്ച് വാങ്ങുന്നത്. കുറച്ച് കമൻറ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ആളോട് ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈ തിരിച്ച് വാങ്ങിയെന്നൊക്കെ. എനിക്ക് പേടിയാണ്. നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ജെല്ലേട്ടനും വൈഫും വീഡിയോ എടുക്കുന്ന ചേട്ടനും നിൽപ്പുണ്ടായിരുന്നു. അവരെന്തോ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്, അല്ലാതെ ക്യാമറ നോക്കിയിട്ടല്ല. ബട്ട് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന അമൃത ലാസ്റ്റ് ആയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പോയിൻ്റ് ചെയ്ത് ചിരിക്കുന്നത്. ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു, അവൾ പോയിൻ്റ് ചെയ്യുന്ന സിംഗിൾസിൻ്റെ ലൈഫിനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എനിക്കാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് കിട്ടിയതിൻ്റെ ഉള്ള നാണക്കേടും ചമ്മലും ഒക്കെ ആയിരുന്നു. അന്ന് രാത്രി ഫോട്ടോസ് അയച്ച കൂട്ടത്തിലായിരുന്നു ഈ വീഡിയോയും കിട്ടിയത്. അത് പിന്നെ 1 മാസമായപ്പോൾ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത് ഹസ്ബൻഡ് അക്കൗണ്ടിൽ നിന്ന് പബ്ലിക്കായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പ്രൈവറ്റായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ വ്യൂസ് ഒന്നും കിട്ടാത്തൊരു വീഡിയോ ആയിരുന്നു. ഇന്ന് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ പോസ്റ്റ് ചെയ്തതായിരുന്നു. ബട്ട് പ്രതീക്ഷിക്കാത്ത അത്രയും റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും.
അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ പറയാതിരിക്കാൻ ഇത്രയും പോസിറ്റീവായിട്ടൊരു കമൻറ്റ് സെക്ഷൻ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വളരെ കുറച്ച് കമൻറ്റ്സ്, ഐ തിങ്ക് ഒരു 3000 കമൻറ്റ് വന്നതിൽ ഒരു 10ഓ 15ഓ ആയിരുന്നു നെഗറ്റീവായിട്ടുള്ളത്. നെഗറ്റീവാണെന്ന് പറയാനും പറ്റില്ല, കാരണം വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഞാൻ ക്യാമറയിലോട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, സോ ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നിയേക്കാം. അതവരുടെ ഒപ്പീനിയൻ ആണല്ലോ, സോ അതൊരു നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുന്നുമില്ല. പിന്നെ മെയിൻ കാര്യം പറയാം, എല്ലാവരെ പോലെ തന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉള്ള സാധാരണ ലൈഫ് തന്നെയാണ് നമ്മുടേത്. ഇത് പറയാനുള്ള മെയിൻ കാര്യം എൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം. 90% കമൻറ്റും വന്നത് ഷീ ഈസ് ലക്കി, ഹീസ് ജം, എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്വപ്നം കാണാനില്ല, ഭാവിയിൽ ഇതുപോലത്തെ ഒരു ഹസ്ബൻഡ് വേണം, എന്തിന്, ഞാനൊരിക്കൽ ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് പോകുമെന്ന് വരെ പറഞ്ഞവരുണ്ട്. ലൈഫ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആണല്ലോ, ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാവും, സ്വാഭാവികം. ഞാൻ ഇതേ കണക്കുള്ള എന്തുമാത്രം വീഡിയോസ് എൻ്റെ ഹസ്ബൻഡ് ഡെയിലി സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 ലാംഗ്വേജസാണ് അറിയാവുന്നത്. തമിഴ് ഇംഗ്ലീഷിൽ എഴുതിയാൽ അതും മനസ്സിലാവും. വേറെ ഒരു ലാംഗ്വേജസും എനിക്കറിയില്ല. സോ ബാക്കി ലാംഗ്വേജസിൽ വന്ന കമൻറ്റ്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇതിൽ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന കമൻറ്റ്സിന് മാത്രമേ റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു കമൻറ്റും ഞാൻ നോക്കിയിട്ടില്ല. പല അക്കൗണ്ട്സിലും 12,000 13,000 കമൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എനിക്ക് വായിച്ചെടുക്കുന്നതും മനസ്സിലാക്കുന്നതൊന്നും പോസിബിൾ അല്ല. സോ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. പിന്നെ ചാനൽ കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനിയും ഇത്രയും വലുതല്ലെങ്കിൽ ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.